ഈ ജനുവരി സീസണിൽ ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് 6 അടയിലും ഈച്ച പുഴുവൊക്കെ ആക്കുക, നല്ലപോലെ മുട്ടയാക്കുക. അതിനുശേഷം റാണി സെൽ ഉണ്ടോയെന്ന് വെക്കാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ നമ്മൾ 6ാമത്തേത് നമ്മൾ മണ്ട കെട്ടി കൊടുക്കണം. ചെറിയ അടകളൊക്കെയാണ് മണ്ട കെട്ടി കൊടുക്കുക. ഇനിയുള്ള സമയങ്ങളിൽ 6ാമത്തെ അട കാലിയായിട്ട് ഇടുക. ജനുവരി തൊട്ട് നമ്മൾ ജനുവരി അവസാനം തൊട്ട് പതുക്കെ കാലിയാക്കി ഇടാൻ തുടങ്ങണം. ഇനി പിരിക്കാവോ? പിരിക്കാനെന്ന് പറഞ്ഞാൽ തേൻ പെട്ടെന്ന് വരികയില്ലെങ്കിൽ 1.5 മാസം താമസമുള്ളിടത്താണെങ്കിൽ തേൻ വരാൻ താമസം ഉണ്ടെങ്കിൽ നമുക്ക് 3 ആയിട്ടൊക്കെ പിരിക്കാം. പിന്നെ ജനുവരി 15 ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 15 ശേഷം പിന്നെ ഈ ഈച്ചകൾ ഒരു തേൻ കളക്ട് ചെയ്യുന്നത് പിന്നെ കുറവാകുന്നതാണല്ലോ. അങ്ങനെയല്ല, തേൻ കളക്ട് ചെയ്യുന്നതല്ല. ജനുവരി 15 കഴിഞ്ഞ് പിരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി വന്നിട്ട് പിന്നെ ഉണ്ടാകത്തില്ല. അത് തേൻ എടുക്കാൻ പോകണമെങ്കിൽ 1.5 മാസത്തോളം മൊത്തത്തിലാകും. റാണി ഈച്ച വിരിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഈച്ച തേനെടുക്കാനായിട്ട് ശരിക്കും പുറത്തോട്ട് പറക്കുള്ളൂ. 20 ദിവസം വേണം ഈച്ച വിരിയാൻ. 25-35 ദിവസം. ഇനി പിരിക്കാതിരിക്കുക നല്ലത്. ഇപ്പൊ പിരിച്ചാൽ 35 ദിവസം കഴിഞ്ഞ് തേൻ കിട്ടും, ഉൽപ്പാദനം കിട്ടത്തില്ല അല്ലേ? അങ്ങനെ പിരിച്ചാൽ ഇപ്പൊ പിരിച്ചാൽ ഒരു 35 ദിവസമെങ്കിലും കഴിയാതെ ആ ഈച്ച വർക്കാകുകയില്ല. പിന്നെ കുള്ളം ബോക്സ് വെച്ചാലോ? കുള്ളം ബോക്സ് വെച്ചാൽ 3 വെച്ച് നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ കുള്ളം ബോക്സിലോട്ട് ആക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി പിരിക്കുകയാണല്ലേ 4ഉം 2ഉം ആയിട്ട് പിരിച്ചാൽ 2 കുള്ളം ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ 1ാം തരമായിട്ട് തേനെടുക്കാം. 4 അടയ്ക്ക് സുഖമായിട്ട് തേനെടുക്കാം. 4 അടയും റാണിയും കൂടി അല്ലേ ഒരു പ്രശ്നവും ഇല്ല. ഇനി നമുക്ക് പിരിക്കാം. വേണ്ട പോലെയൊക്കെ പിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനിയും പിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ കുള്ളം ബോക്സിലൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ഇച്ചിരി ഒരു 2 ആഴ്ചത്തെ താമസം വരുമെന്നേ ഉള്ളൂ. നമ്മൾ 6 അടയിലുള്ള പെട്ടിക്കകത്ത് കൊണ്ടുപോയി വെച്ചാൽ 2-3 ആഴ്ച താമസം വരും. അത് കഴിയുമ്പോൾ തേനായിക്കോളും. പക്ഷേ കാലാവസ്ഥ ശരിയാണെങ്കിൽ കാലാവസ്ഥ ശരിയാണെങ്കിൽ ഒരു ഫെബ്രുവരി ഒരു 5ഓളം ആവും എന്നാ തോന്നുന്നത്. നന്നായിട്ട് തേൻ വരുമ്പോഴത്തേനും ഫെബ്രുവരി 5 ആവും.